നമസ്കാരം. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളും അതുപോലെ ഓപ്പോസിഷൻ പാർട്ടി നേതാക്കളും ആഗ്രഹിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവാകാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പാർലമെൻറ്റിന് അകത്തും പുറത്തും രാഷ്ട്രീയ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ സഹിക്കവയ്യാതെയാണ് അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കുന്നതിന് മുൻനിരയിൽ നിന്നത്. അടുത്ത 5 വർഷക്കാലം കൂട്ടുകക്ഷി ഭരണം നടത്താൻ പോകുന്ന നരേന്ദ്രമോദിക്ക് ഇനിയുള്ള കാലത്തെ ഭരണം അത്ര സുഗമമായിരിക്കില്ല. ഒരു ഭാഗത്ത് ശക്തിയാർജിച്ച പ്രതിപക്ഷത്തെ നരേന്ദ്രമോദി നേരിടേണ്ടി വരുമ്പോൾ മറുഭാഗത്ത് ഘടകകക്ഷികളെ പിണക്കാതെ അവരുടെ താളത്തിനൊത്ത് തുള്ളേണ്ടതായ ഗതികേടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് വരുവാൻ പോകുന്നത്. എന്തുതന്നെയായാലും ഇനിയുള്ള കാലം കേന്ദ്രഭരണം നരേന്ദ്രമോദിക്ക് അത്ര സുഗമമായിരിക്കില്ല.